السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങൾ മസ്ജിദുകളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹ് അസ്വാഖുഹ. അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അത് അങ്ങാടികളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മസ്ജിദുകൾ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, ആഖിറത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഇടങ്ങളാണ്. അള്ളാഹുവിൻ്റെ കലാം നമുക്ക് കേൾക്കാനും പാരായണം ചെയ്യാനും നിസ്കരിക്കാനും ദിക്റ് ചൊല്ലാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും പ്രിയങ്കരമായ സ്ഥലവും മസ്ജിദുകളാണ്. എന്നാൽ അങ്ങാടികൾ എന്ന് പറയുന്നത് അതിലധികവും ജനങ്ങൾ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്ന ഇടങ്ങളാണ്. ഒരുപാട് നിഷിദ്ധങ്ങൾ സംഭവിക്കുന്ന ഇടങ്ങളാണ്. ഏറ്റവും മോശപ്പെട്ട സ്വഭാവങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നതും, അതുപോലെ തന്നെ സ്ത്രീകളെ പോലെയുള്ളവർ അവർ നിഷിദ്ധമായ രൂപത്തിൽ വസ്ത്രങ്ങളെല്ലാം ധരിച്ചു വരുന്നതുമൊക്കെ അങ്ങാടികളിലായതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള ഇടങ്ങൾ അങ്ങാടികളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ആ മസ്ജിദുകളുടെ എത്ര വലിയ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അവിടുന്ന് മദീനയിലേക്ക് എത്തിയ ഉടൻ ആദ്യമായി അവിടുന്ന് നിർമ്മിച്ചത് ഒരു മസ്ജിദായിരുന്നു എന്ന് കാണാം. അതുപോലെ സഹോദരങ്ങളെ, അങ്ങനെ മസ്ജിദുകൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായി അറിയിച്ചിട്ടുള്ളത്. മഹാനായ സഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമുമെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു മസ്ജിദ് പണിഞ്ഞാൽ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്നഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലുള്ളത് സ്വർഗത്തിൽ അവന് വേണ്ടി പണിയുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരാൾ ദുനിയാവിൽ മസ്ജിദ് പണിഞ്ഞാൽ അതിന് പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് പരലോകത്തുള്ള എന്നെന്നും ശാശ്വതമായി അവന് വസിക്കാവുന്ന ഒരു ഭവനമാണ്. അല്ലാഹു തആല മസ്ജിദിന് നൽകിയ ആ വലിയ ശ്രേഷ്ഠത നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മസ്ജിദിലേക്ക് പുറപ്പെടുകയും ആ മസ്ജിദുകളിൽ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ സഹോദരങ്ങളെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജ. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്ന, നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ, വലിയ സ്ഥാനങ്ങൾ നേടിത്തരുന്ന ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ എന്ന് സഹാബികളോട് ചോദിച്ചു. അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂൽ അറിയിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹ്, എത്ര പ്രയാസമുണ്ടായാലും പൂർണ്ണമായിട്ട് തന്നെ വുളൂ ചെയ്യുക. വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് നിങ്ങൾ വെക്കുന്ന അധികരിച്ചിട്ടുള്ള നിങ്ങളുടെ കാലടികൾ. വൻതിലാറുസ് സ്വലാത്തി ബഅദ സ്വലാഹ്, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തിന് വേണ്ടി ആ മസ്ജിദിൽ തന്നെ നിങ്ങൾ ഇരിക്കൽ. ഫദാലികുമുർ റിബാത്ത്,
അതാണ് റിബാത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, റിബാത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾ ആ യുദ്ധമുഖത്ത് കാത്തു നിൽക്കുന്ന, യുദ്ധത്തെ പ്രതീക്ഷിച്ച് ഇന്നാണോ നാളെയാണോ യുദ്ധമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിനാണ് റിബാത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയും അതേപോലെയുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന ആളുകളോടാണ് ഉപമിച്ചിട്ടുള്ളത് എന്നുള്ളത് സഹോദരങ്ങളെ, ഇതെല്ലാം ആ മസ്ജിദിന്റെ പ്രത്യേകതയും പ്രാധാന്യവും നമുക്കറിയിക്കുന്ന കാര്യമാണ്. അതേപോലെ മസ്ജിദിലേക്ക് ഒരാൾ രാവിലെ എന്നോ വൈകുന്നേരമെന്നോ ഇല്ല, ഏത് നേരമാണെങ്കിലും ശരി മസ്ജിദിലേക്ക് എന്തെങ്കിലുമൊക്കെ ഖൈർ ഉദ്ദേശിച്ച ഒരാൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ അവന് ലഭിക്കുന്ന പ്രതിഫലം അവിടുന്ന് അറിയിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ്, ആരെങ്കിലും രാവിലെയോ വൈകുന്നേരമോ മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ്, അവൻ എപ്പോഴാണോ പുറപ്പെടുന്നത് അപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു വേണ്ടി സ്വർഗത്തിൽ ഒരു സൽക്കാരം ഒരുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മെ അറിയിച്ചു തരുന്നത് മസ്ജിദിന്റെ ഖൈറുകളാണ്. അതുപോലെ തന്നെ മസ്ജിദുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതിന്റെ ഖൈറുകളാണ് അറിയിച്ചു തരുന്നത്. എന്നിരുന്നാലും മസ്ജിദിന് ഒരുപാട് ഖൈറുകളുണ്ട്, അവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിനെല്ലാം ഖൈറുകളുണ്ട് എന്നെല്ലാം ഉണ്ടെങ്കിലും ശരി സഹോദരങ്ങളെ, ചിലപ്പോൾ പിശാചുക്കൾ ആ മസ്ജിദിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ തന്നെ വലിയ കുഴപ്പങ്ങളും ശത്രുതയും എല്ലാം ഇളക്കിവിടുന്നു എന്നുള്ളത് നമുക്ക് ഖേദകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം പിശാച് എന്ന് പറയുന്നത് മനുഷ്യന്റെ ശത്രുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്ന ശൈത്താന ലക്കും അദുവുൻ, തീർച്ചയായും ശൈത്താൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ ഒരു ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്രയെല്ലാം ഖൈറുണ്ടായിട്ടും മസ്ജിദിന് ഇത്രയും വലിയ സ്ഥാനമുണ്ടായിട്ടും ഏറെ ബഹുമാനിക്കേണ്ട ഒരിടമാണ് മസ്ജിദായിട്ടും ആ മസ്ജിദുകളിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു വേള നമുക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ടാകാം. സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിൻ റബ്ബിഹി കമൻ സുയ്യിന ലഹു സൂഉ അമലി വത്തബഉ അഹ്വാഅഹും, അല്ലാഹുവിന്റെ ദീനിൽ നിന്നും സ്പഷ്ടമായ തെളിവനുസരിച്ച് മനസ്സിലാക്കിയ ഒരുവനും കമൻ സുയ്യിന ലഹു സൂഉ അമലി, സ്വന്തം ദുഷ്ടപ്രവൃത്തി അലങ്കൃതമായി തോന്നുകയും ചെയ്ത ഒരുവനും ഒരുപോലെയാണോ? വത്തബഉ അഹ്വാഅഹും, ആ രണ്ടാമത്തവൻ സ്വന്തം പ്രവൃത്തി അലങ്കൃതമായി തോന്നുന്നവൻ അവന്റെ ദേഹേച്ഛയെ പിൻപറ്റിയവനാണ്. ഇപ്പുറത്തുള്ളത് അറിവുള്ളവനാണ്. ഇവർ രണ്ടുപേരും ഒരുപോലെയാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കാണാം. അവിടുന്ന് അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, നബിയെ അവരോട് ചോദിക്കുക, അറിവുള്ളവരും അറിവില്ലാത്ത വിഡ്ഢികളും ഒരുപോലെ ആയിരിക്കുമോ? അവരോട് ചോദിക്കുക. ഒരിക്കലും ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മസ്ജിദിന്റെ ഖൈറുകളും മസ്ജിദിന് ഒരുപാടുള്ള നേട്ടങ്ങളുമെല്ലാം അതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അറിവില്ലാത്ത ആളുകൾ മസ്ജിദിന്റെ വിഷയത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ വിളിച്ചു വരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകൾ സഹോദരങ്ങളെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. എന്നിരുന്നാലും ഇന്ന് ഒരുപാട് നാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലും മറ്റുമൊക്കെ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരുപാട് അബദ്ധങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. മസ്ജിദുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 9 അബദ്ധങ്ങളാണ് സഹോദരങ്ങളെ നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, ബിനാഉൽ മസാജിദി അലൽ ഖുബൂർ, മസ്ജിദുകൾ ഖബറിനു മീതെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഗുരുതരമായ പാപമാണ്. മസ്ജിദുകൾ നിർമ്മിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് നാം നടേ സൂചിപ്പിച്ചു. പക്ഷേ ആ മസ്ജിദുകൾ ഖബറിന് മുകളിലാണ് ഒരാൾ നിർമ്മിക്കുന്നത് എങ്കിൽ അത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലമല്ല, അല്ലാഹുവിന്റെ ലഅനത്താണ്, ശാപമാണ് അവനുണ്ടാകുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ടാകട്ടെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ശാപ പ്രാർത്ഥന നടത്താനുള്ള കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അംബിയാക്കളുടെ ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഖബറുകൾ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് ആരാധന കേന്ദ്രങ്ങളല്ല. പക്ഷേ ഇക്കൂട്ടർ അംബിയാക്കളുടെ ഖബറുകൾ അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യാനാണെങ്കിലും ശരി അതൊരു മസ്ജിദാക്കി തീർത്തിരിക്കുന്നു, സുജൂദ് ചെയ്യാനുള്ള സ്ഥലമായി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അല്ല,
കേവലം മസ്ജിദ് ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, ഖബറിനു മീതെ ഉണ്ടാക്കുന്ന എല്ലാ എടുപ്പുകളും നിഷിദ്ധമാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗണ്യമായി പറയുന്ന ഹദീസുകൾ ഇമാം മുസ്ലിം ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുകയാണ്, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനു മീതെ കുമ്മായമിടുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. വഅൻ യുഖഅദ അലൈഹി, ഖബറിനുമേൽ ഇരിക്കുന്നത് അവിടുന്ന് വിലക്കിയിരിക്കുന്നു. വഅൻ യുബ്ന അലൈഹി, ഖബറിനുമേൽ എടുപ്പുണ്ടാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനുമേൽ എടുപ്പുണ്ടാക്കുന്നത് വിലക്കിയിരിക്കുന്നു എന്നറിഞ്ഞിട്ടും എത്ര സ്ഥലങ്ങളിലാണ് ഖബറിനുമേൽ വലിയ വലിയ എടുപ്പുകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ എത്ര സ്ഥലങ്ങളിലാണ്, മുസ്ലിമീങ്ങൾ തിങ്ങി വസിക്കുന്ന സ്ഥലങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായി അവിടുന്ന് അവഹേളിക്കുന്ന രൂപത്തിൽ അവിടുത്തെ വിലക്ക് മാനിക്കാതെ ഏറ്റവും ഗുരുതരമായി പാപം സഹോദരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ഇത് കാണേണ്ടി വരികയാണ്. എന്നാൽ അവിടുന്ന് ഇത് വിലക്കുകയാണ്, അവിടുന്ന് സഹോദരങ്ങളെ വിലക്കുകയാണ്. അത്തരം ഖബറുള്ള സ്ഥലങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നത് അത്തരക്കാരെ അവിടുന്ന് ശപിക്കുകയാണ്. എന്നിട്ടും ആളുകൾ ആ ശാപത്തിനു വേണ്ടി പോകുകയാണ്, ആ ശാപത്തിനു വേണ്ടി പണം ചെലവഴിക്കുകയാണ്. അതിനെ നന്നാക്കാനും അതിനെ മുഞ്ചാക്കാനും വേണ്ടി സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. നാം പറഞ്ഞു വന്നത് ഖബറിന് മുകളിൽ ഒരിക്കലും മസ്ജിദ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, ഇദ്ഖാലുൽ ഖുബൂരി ഫിൽ മസ്ജിദ്. മസ്ജിദ് ആദ്യമേ ഉണ്ട്, പക്ഷെ പിന്നീട് ആരെങ്കിലും ഒക്കെ മരിച്ചാൽ മഹാനാണ്, പണ്ഡിതനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ മസ്ജിദിലേക്ക് ഈ മഹാന്റെ അല്ലെങ്കിൽ പണ്ഡിതന്റെ ഖബർ സഹോദരങ്ങളെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇത് നിഷിദ്ധമായ കാര്യമാണ്. എന്താണ് ഇതിനുള്ള തെളിവ്? നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹുവിന്റെ ശാപം, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധന കേന്ദ്രമാക്കി തീർത്തു. മസ്ജിദുകൾ ആരാധന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആരാധനകൾ നടക്കുന്ന സ്ഥലത്ത് ഖബറുകൾ വെക്കുക എന്നുള്ളത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഖബറിങ്കൽ സഹോദരങ്ങളെ നിസ്കാരമില്ല, ഖബറിങ്കൽ ഖുർആൻ പാരായണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, ലാ തജ്അലു ബുയൂതകും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മഖ്ബറകളാക്കി മാറ്റാൻ പാടില്ല, ഖബറിടങ്ങളാക്കി മാറ്റാൻ പാടില്ല. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, മറിച്ച് നിങ്ങൾ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യണം. അങ്ങനെ സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്താൽ പിശാച് അവിടെ നിൽക്കുകയില്ല, അവർ വിരണ്ടോടിയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. വളരെ വ്യക്തമായി വീടുകളിലാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടതെന്നും ഖബറിങ്കൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളതും വളരെ കൃത്യമായി സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അത്തരം ഏതെങ്കിലും ഒക്കെ മസ്ജിദുകളിൽ ഖബറുകൾ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ള കാര്യമാണ്, അത് ആ ഖബർ മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള മഖബറുകളിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരിക്കലും അത് വെച്ചു പൊറുപ്പിച്ചുകൂടാ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തെ കാര്യം, മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള അബദ്ധങ്ങൾ, അത് സഹോദരങ്ങളെ സഖ്റഫത്തുൽ മസാജിദ്, മസ്ജിദിനെ അനാവശ്യമായിട്ടുള്ള അലങ്കാര പണികൾ കൊണ്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മസ്ജിദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കേണ്ട ഒന്നാണ്. അത് മറ്റുള്ള സ്ഥലങ്ങൾ പോലെ അങ്ങനെ ഒരുപാട് അലങ്കാരങ്ങളും വർണ്ണങ്ങളും ഒക്കെ പൂശേണ്ടതായ അങ്ങനെ ഒരു കാര്യമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ ഈ ഒരു ഗതിയിലേക്ക് എത്തിപ്പെടുമെന്നുള്ളത് വളരെ കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടുത്തെ നുബുവത്തിന്റെ തെളിവ് കൂടിയാണ്. അവിടുന്ന് പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യതബാഹന്നാസു ഫിൽ മസാജിദ്, ജനങ്ങൾ മസ്ജിദിന്റെ പേരിൽ ഇങ്ങനെ വലിയ പെരുമ നടിക്കുന്ന ഒരു കാലഘട്ടം വരുന്നതുവരേക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരാൾ ഒരു മസ്ജിദ് നിർമ്മിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പറയുന്നത് കാണാൻ സാധിക്കും, വഇയ്യാക അൻ തുഹമ്മിറഹു ഔ തുസഫിറഹു വതഫ്തിനൻ നാസ്, നീ ആ മസ്ജിദിൽ ഇങ്ങനെ ചുവപ്പും അതുപോലെയുള്ള മഞ്ഞ നിറമൊക്കെ അത് അലങ്കാരമാക്കി തീർക്കുന്നത് നീ ശ്രദ്ധിക്കുക. ഫതഫ്തിനൻ നാസ്, അങ്ങനെ ജനങ്ങളെ കുഴപ്പത്തിലാക്കുവാനായിട്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞതായി ഇമാം ബുഖാരി കൊടുത്തത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, യഹൂദ നസ്രാണികൾ മസ്ജിദുകൾ അലങ്കരിച്ചതുപോലെ, അവരുടെ ആരാധന കേന്ദ്രങ്ങൾ അലങ്കരിച്ചതുപോലെ നിങ്ങളും അലങ്കരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മസ്ജിദിൽ വൃത്തി വേണം, മസ്ജിദിൽ വിശാലതയാവാം,
ആവശ്യത്തിനുള്ള സൗകര്യങ്ങളാകാം, ആളുകൾക്ക് വേണ്ട രൂപത്തിലുള്ള ആ രൂപത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കാം. പക്ഷെ യാതൊരു നിലക്കും ആവശ്യമില്ലാത്ത രൂപത്തിൽ അലങ്കാരങ്ങൾ, അതിനുവേണ്ടി പൊങ്ങച്ചം പറയൽ, ഞങ്ങളുടെ മഹല്ലിലെ മസ്ജിദാണ് അത്ര വലുത്, ഞങ്ങളുടെ മഹല്ലിലെ മസ്ജിദിന് ഇത്ര കോടിയാണ്, ആ രൂപത്തിൽ സഹോദരങ്ങളെ മസ്ജിദിനു വേണ്ടി പണം ചെലവഴിക്കുക എന്നുള്ളത് അത് അനാവശ്യമായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, ആ മസ്ജിദിൽ ഉണ്ടാകുന്ന മറ്റൊരു അബദ്ധമാണ്, ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന മറ്റൊരു അബദ്ധമാണ് മസ്ജിദിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കച്ചവടമോ ക്രയവിക്രയമോ നടത്തുക എന്നുള്ളത് മസ്ജിദിൽപ്പെട്ട അബദ്ധങ്ങളായിട്ടാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നത്. മസ്ജിദിൽ കച്ചവടങ്ങൾ നടത്തുക, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ മസ്ജിദിൽ വന്ന് എൻ്റെ സാധനം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ ചോദിക്കുക എന്നുള്ളതെല്ലാം സഹോദരങ്ങളെ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, മൻ സമിഅ റജുലൻ യുൻഷിദു ളാല്ലതൻ ഫിൽ മസ്ജിദ് ഫല്യഖുൽ ലാ റദ്ദഹ അല്ലാഹു അലൈക് ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദ. ആരെങ്കിലുമൊക്കെ മസ്ജിദിൽ വന്നിട്ട് എൻ്റെ ഇന്ന സാധനം കാണാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് കണ്ടാൽ നീ അവനോട് പറയേണ്ടത് ലാ റദ്ദഹ അല്ലാഹു അലൈക്, അള്ളാഹു നിനക്കത് മടക്കി തരാതിരിക്കട്ടെ എന്നാണ്. ഫൈനൽ മസാജിദ് ലം തുബ്ന ലിഹാദ, മസ്ജിദുകൾ ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് ഒരാളുടെ വാച്ചോ മൊബൈലോ വന്നു കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്ജിദിൽ വന്നത് ഉച്ചത്തിൽ ചോദിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്, മസ്ജിദിന്റെ മര്യാദയോട് യോജിക്കാത്ത കാര്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ അവിടുന്ന് പറഞ്ഞു, ഇദാ റഅയ്തും മൻ യബീഉ വയബ്തഉ ഫിൽ മസ്ജിദ്, ആരെങ്കിലും ഒക്കെ മസ്ജിദിൽ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ ഫഖൂലു, നിങ്ങൾ അവരോട് പറഞ്ഞുകൊള്ളുക, ലാ അർബഹല്ലാഹു തിജാറതക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കച്ചവടത്തിന് ലാഭം നൽകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊള്ളുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും മസ്ജിദിൽ വെച്ചിട്ടുള്ള കച്ചവടങ്ങൾ കറാഹത്താണെന്ന് പറഞ്ഞത് കാണാം. എന്നാൽ ചില ഉലമാക്കൾ അത് നിഷിദ്ധമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ആളുകൾ ഈ കാലഘട്ടത്തിൽ മൊബൈലിലൂടെ അവർ ഓൺലൈൻ ആയിട്ടുള്ള പർച്ചേസുകൾ നടത്തുന്നുണ്ട്. അവരത് പെട്ടെന്ന് ഗൗനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നതും കച്ചവടമാണ്. അവരങ്ങനെയുള്ള മീഡിയകളിലൂടെ, അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിലൂടെ അവർ കച്ചവടം നടത്തുകയാണ്. അത് ഭക്ഷണത്തിന് വേണ്ടിയാകാം, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയാകാം. സഹോദരങ്ങളെ, മസ്ജിദിനകത്തത് ചെയ്യരുത്. മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോയിട്ട്, മസ്ജിദിന് വഖഫ് ചെയ്ത സ്ഥലത്തിന് നിന്നും പുറത്തേക്ക് പോയിട്ടാണ് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. മസ്ജിദിനോടുള്ള മര്യാദ അതിലാണ്. അതേപോലെ സഹോദരങ്ങളെ, മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മസ്ജിദിൽ വരുന്ന ആളുകൾ നല്ല ശുദ്ധിയോടുകൂടി വരിക എന്നുള്ളതാണ്. ദുർഗന്ധം വമിക്കുന്നതായ ഒന്നും അവനിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അവിടുന്ന് പറഞ്ഞു, മൻ അക്കല സൂമൻ ഔ ബസല, ആരെങ്കിലും ഒക്കെ ഉള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫല്യഅ്തസിൽ മസ്ജിദന, അവൻ നമ്മുടെ മസ്ജിദിൽ നിന്നും മാറി നിൽക്കട്ടെ, മസ്ജിദിലേക്ക് അവൻ പ്രവേശിക്കരുത്. ഫൈനൽ മലായികത തതഅദ്ദാ ബിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, കാരണം മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് മലായിക്കത്തുകൾക്ക് കൂടി ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ദുർഗന്ധമുണ്ടാക്കുന്ന വല്ല വസ്തുക്കളും, ഈ ഉള്ളിയും വെളുത്തുള്ളിയും അത് ദുർഗന്ധമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ള വസ്തുക്കൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ മസ്ജിദിൽ നിന്ന് വരാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി പറയുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തഅകുലൂന ഷജറതൈനി ലാ അറഹുമാ ഇല്ലാ ഖബീസതൈനി ഹാദൽ ബസ്വൽ വസ്സൂം, നിങ്ങളിതാ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തിന്നുന്നുണ്ട്, രണ്ട് മരങ്ങളിൽ നിന്നും നിങ്ങൾ തിന്നുന്നുണ്ട്, ഞാനത് മോശമായിട്ടല്ലാതെ മറ്റൊന്നുമായി കാണുന്നില്ല. ഹാദൽ ബസ്വൽ വസ്സൂം, ഈ ഉള്ളിയും വെളുത്തുള്ളിയുമാണ്. ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇദാ വജദ റീഹുഹാ മിനർ റജുലി ഫിൽ മസ്ജിദി ഉമിറ ബിഹി ഫഉഖ്രിജ ഇലൽ ബഖി, ഇതേപോലെ ആരെങ്കിലും ഒക്കെ ഉള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ചിട്ട് അതിന്റെ ദുർഗന്ധവുമായി മസ്ജിദിലേക്ക് വന്നാൽ അവനെ ബഖീയിലേക്ക്, മസ്ജിദുൻ നബവിയുടെ പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഫമൻ അകലഹുമാ ഫൽയുമിത്ഹാ തബ്ഹാ, അതുകൊണ്ട് ആരെങ്കിലും അത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പാചകം ചെയ്തുകൊണ്ട് അതിന്റെ മണം നിർവീര്യമാക്കിക്കൊള്ളട്ടെ എന്ന് മഹാനായ സഹാബി പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് പച്ചയായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പോലെയുള്ള അത് ദുർഗന്ധം വമിക്കുന്ന കാര്യമാണ്. ഒരു വേള ദന്തശുദ്ധീകരണം നടത്തിയാൽ പോലും അതിന്റെ ദുർഗന്ധം ബാക്കി നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കഴിക്കുന്ന ആളുകൾ അവൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അതുമായി നിങ്ങൾ മസ്ജിദിലേക്ക് വന്നാൽ, നിങ്ങൾ റുക്കൂ ചെയ്യുമ്പോൾ, നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഇനി ആരുമില്ലെങ്കിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് മലായിക്കത്തുകൾക്കും അത് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം ദുർഗന്ധങ്ങൾ വമിക്കുന്ന അങ്ങനെയുള്ള ഒരു കാര്യവും കൊണ്ട് ഒരാളും സഹോദരങ്ങളെ നിസാരമായി കണ്ടുകൊണ്ട് മസ്ജിദിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, ഇതിനോടൊപ്പം ചേർത്ത് പറയാവുന്നത്
അതിനേക്കാളും ദുർഗന്ധമുണ്ടാക്കുന്ന സിഗരറ്റുകൾ പോലെയുള്ള പാൻപരാഗുകൾ പോലെയുള്ള അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ അത് സ്വമേധയാ നിഷിദ്ധമായ കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം അത് സ്വന്തത്തിന് നിഷിദ്ധമാണെന്നുൾപ്പെടെ സ്വന്തത്തിന് ഉപദ്രവകരമാണ് എന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ മസ്ജിദുകളിലേക്ക് വരുന്ന സമയത്ത് ആ ദുർഗന്ധം സഹോദരങ്ങളെ എത്ര മോശമായിട്ടാണ്, പ്രയാസത്തോടു കൂടിയാണ് ചുറ്റുമുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒരു ഉള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെ ദുർഗന്ധം പോലും പാടില്ല എങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് ദുർഗന്ധമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുമായി മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്ന മസ്ജിദുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വരുന്ന മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് അവർ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല എന്നുള്ളതാണ്. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, യാ ബനി ആദം, ഓ മനുഷ്യരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ ഓരോ മസ്ജിദിലേക്ക് ഓരോ നിസ്കാര സമയത്തിന് വേണ്ടി നിങ്ങൾ വരുന്ന സമയത്തും ഖുദൂ സീനതകും, നിങ്ങളുടെ അലങ്കാര വസ്ത്രം ധരിക്കേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ ദുർഗന്ധമുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, അതല്ലെങ്കിൽ ഉറങ്ങി എണീറ്റ ഉടനെ ആ വസ്ത്രങ്ങളുമായി നേരിട്ട് മസ്ജിദുകളിലേക്ക് വരിക തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം മസ്ജിദിനോട് കാണിക്കുന്ന തീർത്തും വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് എന്നോരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് അവൻ മസ്ജിദുകളിലേക്ക് വരുന്ന സമയത്ത് അവന് സാധിക്കാവുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക, അതേപോലെ തന്നെ സുഗന്ധം പൂശാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വരിക. ദുർഗന്ധങ്ങളും ആ രൂപത്തിലുള്ള മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും അതുമായി സഹോദരങ്ങളെ മസ്ജിദിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ചില ആളുകൾ ഒരു പ്രത്യേക സ്ഥലം അവർക്ക് വേണ്ടി എപ്പോഴും മാറ്റിവെക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. കാരണം മസ്ജിദിൻ്റെ എല്ലാ ഇടങ്ങളും എല്ലാവർക്കും അനുവദനീയമായ കാര്യമാണ്, എല്ലാവർക്കും അത് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. എന്നാൽ ആരെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് നേരത്തെ ഒന്നിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാൾ എഴുന്നേറ്റ് പോയാൽ അയാൾക്ക് ആ സ്ഥലത്ത് തന്നെ മടങ്ങി വരാവുന്നതാണ്. ആ സമയത്ത് അയാൾക്ക് അവിടെ ഒരു മാർക്ക്, അവിടെ ഒരു താൻ ഇരുന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്ന വല്ലതും വെക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. എന്നാൽ അതല്ലാതെ സ്ഥിരമായി ഞാൻ വന്നാൽ എനിക്ക് ഇന്ന സ്ഥലം കിട്ടിയിരിക്കണം, അതിനുവേണ്ടി എപ്പോഴും ആ രൂപത്തിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മുസല്ലയോ മറ്റോ ഒക്കെ ഒരാൾ കൊണ്ടിടുക എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പ്രത്യേകം സ്ഥലം അത് എപ്പോഴും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരാൾക്ക് നീക്കം ചെയ്യാവുന്നതാണ്. കാരണം അതൊരു മുൻകറിൽപ്പെട്ട കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ മിൻ മജ്ലിസിഹി സുമ്മ റജഅ ഇലൈഹി ഫഹുവ അഹഖു ബിഹി, ആരെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് അവൻ പോയി പിന്നീട് അവൻ മടങ്ങി വന്നാൽ അവനാണ് ഏറ്റവും ആ സ്ഥലത്തിന് അർഹൻ. അതോ ഒരാൾ ഇവിടെ നേരത്തെ ജുമാക്ക് വരികയാണ്, അയാൾ നേരത്തെ ഒന്നൊരു സ്ഥലത്തിരുന്നു എന്ന് വിചാരിക്കുക, പിന്നീട് അയാൾ വുളു എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഒന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വന്നാൽ അയാൾക്ക് ആ സ്ഥലം അതിന് അയാളാണ് ഏറ്റവും അർഹനായിട്ടുള്ളത്, മറ്റൊരാൾ അത് കയ്യേറാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഒരാൾക്ക് സ്ഥിരമായി ഒരു സ്ഥലം പ്രത്യേകമായി മാറ്റിവെക്കുക എന്ന് പറയുന്നത് അത് സഹോദരങ്ങളെ അത് പാടില്ലാത്ത കാര്യമാണ്. അത് മസ്ജിദിന്റെ ഭാരവാഹികളാണെങ്കിലും ശരി, അതല്ലെങ്കിൽ എത്ര ഉത്തരവാദിത്തപ്പെട്ട ആരാണെങ്കിലും ശരി, ആരാണോ ആദ്യം വരുന്നത് അവർക്ക് ഒന്നാമത്തെ സഫിൽ ഇരിക്കാവുന്നതാണ്, ആരാണോ ആദ്യം വരുന്നത് അവർക്ക് ഇമാമിന്റെ പുറകിൽ തന്നെ നിൽക്കാവുന്നതാണ്, അതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. അതേപോലെ സഹോദരങ്ങളെ, മസ്ജിദിൽ വരുന്ന മറ്റൊരു അബദ്ധമാണ്, കണ്ടുവരുന്ന ഒരു അബദ്ധമാണ്, അത് ജുമുഅ ദിവസമാകട്ടെ അതല്ലാത്ത ദിവസമാകട്ടെ, ആളുകൾ ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ ചുമലിലൂടെ കാലുകൾ കയറ്റി അങ്ങനെ കവച്ചു വെച്ചുകൊണ്ട് മുന്നിലോട്ട് നടന്നു വരിക എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു വ്യക്തി ഈ രൂപത്തിൽ 2 ആളുകൾ ഇരുന്നതിൻ്റെ മുകളിലൂടെ ചുമലിലൂടെ കാലുകൾ വെച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് കടന്നു വരുന്നത് കാണുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഇജ്ലിസ്, നീ അവിടെ ഇരിക്കുക, ഫഖദ് ആദൈത, നീ ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത് അനുവദനീയമാകും എപ്പോഴാണെന്ന് വെച്ചാൽ മുൻഭാഗത്ത് ഒരുപാട് സ്ഥലമുണ്ട്, എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അവിടേക്ക് ഇരിക്കുന്നില്ല, എല്ലാവരും പുറകിൽ ഇരുന്നുകൊണ്ട് എന്നാൽ മുന്നിലേക്ക് വരാനുള്ള ഒരു അവസ്ഥയും ഒരു സ്ഥലവും അവന് ബാക്കിയില്ല എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ട് അവരുടെ മുകളിലൂടെ കടന്ന് മുന്നിലേക്ക് വരാവുന്നതാണ്. എന്നാൽ അതല്ലാതെ സ്ഥലമൊന്നും കാണാതെ തന്നെ പ്രത്യേകമായി അങ്ങനെ കടന്നു വരുന്നത് അതാണ് ഇവിടെ വിലക്കിയിട്ടുള്ളത് എന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചു പറഞ്ഞു വന്നിട്ടുള്ളതായി
നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവപ്പെട്ട മറ്റൊരു കാര്യമാണ് മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുക എന്നുള്ളത്. മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്താൻ പാടില്ല എന്നത് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ പാരായണം കൊണ്ടാണെങ്കിലും പോലും പാടില്ല എന്നുള്ളതാണ്. അവിടുന്ന് അറിയിച്ചത് അങ്ങനെ തന്നെയാണ്. വലാ യർഫഅ ബഅ്ദുകും അലാ ബഅ്ദിൻ ഫിൽ ഖിറാഅ, നിങ്ങളിൽ ഒരാൾ മറ്റൊരാൾക്കുമേൽ ഖിറാഅത്ത് കൊണ്ട് അഥവാ ഖുർആൻ പാരായണം കൊണ്ട് പോലും ശബ്ദമുയർത്താൻ പാടില്ല എന്നാണ്. സഹോദരങ്ങളെ, ഒരാൾ ഇവിടെ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, മറ്റൊരാൾ ഇപ്പുറത്തുനിന്ന് ഉച്ചത്തിൽ ഖുർആൻ ഓതുകയാണെങ്കിൽ ആ നിസ്കരിക്കുന്ന വ്യക്തിക്ക്, അതല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന മറ്റൊരു വ്യക്തിക്ക് അത് പ്രയാസമുണ്ടാക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ പതിയെ ഓതിയാൽ മതി, ഉച്ചത്തിൽ ഓതി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഖുർആൻ കൊണ്ടുപോലും മസ്ജിദിനകത്ത് ഉച്ചത്തിലാക്കാൻ പാടില്ലെങ്കിൽ ശബ്ദം, അത് അല്ലാത്ത സംസാരങ്ങൾ കൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന ആളുകളുടെ അവസ്ഥ എത്ര ഗൗരവമുള്ള കാര്യമാണ്. അനാവശ്യമായ കാര്യങ്ങൾ, തർക്കങ്ങൾ, അതേപോലെയുള്ള ദുന്യവിയായ സംസാരങ്ങൾ, ഇതിനുവേണ്ടി മസ്ജിദുകളിൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. മഹാനായ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദുൻ നബവിയിലുള്ള സമയത്താണ്, അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്, രണ്ട് വ്യക്തികൾ വന്നിട്ട് മസ്ജിദിനകത്ത് ഒച്ചയുണ്ടാക്കുന്നത് കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുൻതുമാ മിൻ അഹ്ലിൽ ബലദി ലഔജഅതുകുമാ, നിങ്ങൾ ഈ നാട്ടുകാരാണെങ്കിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചേനെ. തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ വെച്ച് നിങ്ങൾ ശബ്ദമുയർത്തുകയാണോ എന്ന് മഹാനായ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഖുർആൻ പാരായണമാണെങ്കിൽ പോലും ശബ്ദമുയർത്തിയിട്ടേ പാടുള്ളൂ എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുടെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ അനാവശ്യമായി ദീർഘമായ ദുന്യവിയായ സംസാരങ്ങൾ നടത്തുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ദുന്യവിയായ സംസാരങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് കുറഞ്ഞ അളവിലാണെങ്കിൽ അത് അനുവദനീയമായ കാര്യം തന്നെയാണ്, അതിൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയിരിക്കുക, ദുനിയാവ് സംസാരിക്കുക, കച്ചവടം സംസാരിക്കുക, രാഷ്ട്രീയം സംസാരിക്കുക, അങ്ങനെയുള്ള പൊതു കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരിടമായി ചില ആളുകളെങ്കിലും മസ്ജിദിനെ മാറ്റിയിരിക്കുന്നുവെന്നാണ്. വേറെ ചിലർ അത്തരം മസ്ജിദുകളിൽ അവരിതാ അതിനു വേണ്ടിയിട്ട് ചില വായനശാലകളും ഗ്രന്ഥശാലകളും തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ആ രൂപത്തിൽ എല്ലാവിധ ഹറാമുകളുടെ ചിത്രങ്ങളുമുള്ള പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അവിടെ കൊണ്ട് നിരത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു മസ്ജിദിന്റെ മര്യാദയോട് യോജിച്ചിട്ടുള്ള കാര്യമല്ല. മസ്ജിദിന് ഒരിക്കലും അത് ശരിയാവുകയില്ല. വേറെ ചില ആളുകൾ മസ്ജിദിൽ വെച്ച് അവർക്ക് പല രൂപത്തിലുള്ള വിനോദങ്ങൾ ഏർപ്പെടാം എന്ന് വിചാരിക്കുന്നവരാണ്. സഹോദരങ്ങളെ, മസ്ജിദുകൾ ഇതിനൊന്നും പാടില്ലാത്തതായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വഇയ്യാകും വഹൈശാത്തൽ അസ്വാഖ്, നിങ്ങൾ അങ്ങാടി വർത്തമാനങ്ങൾ, അങ്ങാടിയിലുണ്ടാക്കുന്ന ശബ്ദകോലാഹലങ്ങൾ അത് മസ്ജിദിൽ പാടില്ല, നിങ്ങൾ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട്, ഈ അബദ്ധങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് നമ്മൾ മസ്ജിദുമായി നല്ല രീതിയിൽ ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ അത് പരലോകത്ത് വലിയ നേട്ടമുണ്ടാക്കി തരുന്ന കാര്യമാണ്. നാളെ സഹോദരങ്ങളെ, മഹ്ശറിൽ സൂര്യൻ ഇതാ നമുക്ക് തലക്ക് നേരെ മുകളിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച ഒരു തണലുണ്ട്. ആ തണലേകുന്ന ചില ആളുകളുണ്ട്. 7 വിഭാഗം ആളുകളെ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അതിലൊരു ഭാഗത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, മസ്ജിദുമായി കൽബ് ഇണക്കപ്പെട്ട ആളുകളാണെന്നാണ്. ഇവന്റെ ചിന്ത എപ്പോഴും മസ്ജിദാണ്. സുബഹിക്ക് നിന്നും മസ്ജിദിൽ നിന്നും പുറപ്പെട്ടു പോയാൽ അപ്പോൾ ളുഹറിന് എപ്പോഴാണ് വരേണ്ടത് എന്ന ചിന്തയാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ദീനിയായ കാര്യത്തിന് വേണ്ടി മസ്ജിദിൽ എപ്പോഴാണ് വരേണ്ടത് എന്ന ചിന്തയാണ്. ളുഹർ കഴിഞ്ഞാൽ അസറാണ് ചിന്ത, അസർ കഴിഞ്ഞാൽ മഗ്രിബാണ് ചിന്ത, മഗ്രിബ് കഴിഞ്ഞാൽ ഇശയാണ് ചിന്ത. എപ്പോഴും മസ്ജിദിനെ കുറിച്ചുള്ള ചിന്തയാണ്. മസ്ജിദിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാക്കണം, മസ്ജിദിനുണ്ടാകുന്ന ഉപദ്രവങ്ങൾ തടയണം. അങ്ങനെ മസ്ജിദിന് വേണ്ടി സദാ പണിയെടുക്കുന്ന ആളുകൾ അവരാണ്. അവരുടെ കൽബുകൾ മസ്ജിദുമായി കൂട്ടിയണക്കപ്പെട്ടവർ. അവർക്ക് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന തണലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മസ്ജിദുമായി കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കുക. മസ്ജിദുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കി മസ്ജിദിൽ എല്ലാ ഖൈറുകളും നമ്മൾ നടത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പുകഴ്ത്തിയിട്ടുള്ള വലിയ ഭാഗ്യവാന്മാരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുകൾക്ക് വേണ്ട രൂപത്തിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട്, അതിന് നൽകേണ്ട ആദാബുകൾ നമ്മൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ മസ്ജിദിനെ ഇമാറത്ത് ചെയ്യുകയാണെങ്കിൽ, മസ്ജിദിനെ പരിപാലിക്കുകയാണെങ്കിൽ അത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ കുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് وتولنا فيمن توليت وبارك لنا فيما أعطيت وقنا شر ما قضيت. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر المستضعفين من المؤمنين في كل مكان، اللهم كن لهم وليا ونصيرا ومعينا وظهيرا. اللهم عجل لهم بالفرج والنصر يا قوي يا عزيز. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سقطك. اللهم اشف مرضانا، اللهم اشف مرضانا، اللهم اشف مرضانا وارحم موتانا. اللهم اصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير والموت راحة من كل شر. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.